നമ്മളുണ്ട് റിപ്പയറില്. ഉറപ്പാണേ വണ്ടി പറഞ്ഞു അപ്പഴാ ഏബിലെ വരെ കുണ്ണ വർത്താനം പറഞ്ഞ അടുത്ത് വന്നു. എന്താ അവന്മാര് പറഞ്ഞെന്താ? ഞാൻ എന്നിട്ട് എന്റെ അവിടെ നിക്കാൻ പറഞ്ഞു ചാവുന്നവരാ സിറ്റുവേഷൻ വന്നപ്പോ ഞാൻ ഇങ്ങ് വന്നു. ഞാൻ പറഞ്ഞ ശരിക്കും നമുക്ക് ഇന്ന് വിടാം, നാളെ നോക്കാം. അല്ല പപ്പുനെ വിളിച്ചാണ്. പപ്പടോ ഇങ്ങ് വന്നാണ്ടാ. അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല, ഒക്കെ പണ്ട് മനസ്സിലായോ? എവിടെയോ കണ്ട പോലെ തോന്നുന്നു. ആ പുണ്യാണോ ഞാൻ ചോദിക്കുവായിരുന്നു അമ്മന്റെ അടുത്ത്. അല്ല പപ്പുനോട് ആരാ പറഞ്ഞ? പപ്പുനോട് ആരാ കൊണ്ടേ? പപ്പുനോട് ആരാ കൊണ്ടേ? ടിവി കണക്ട് റേഡിയോ ഇടുന്നുണ്ട്. രാവിലെ ഒരു താളമൊക്കെ പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് എന്തൊരു താളം പറഞ്ഞായിരുന്നു. എന്തൊരു താളാ പറഞ്ഞ കേക്കട്ടെ. നിന്റെ അടുത്ത് കൊണച്ചത് ആരാ? ഇനി വരുമ്പോ എടുക്കാൻ ശരിക്കേ എന്താന്ന് വെച്ചാൽ നോക്കിക്കോളാം. ഇവിടെ ഇത് ടി വി അല്ല, ടിജിയുടെ കേസല്ലേ? ടിജിയുടെ കേസല്ലേ? ആ എടാ ആളെ കേറാൻ പറ ശേഖേ കേറാൻ പറ. വാർച്ചാറ്റ് ആക്കണേ കണക്ട് റേഡിയോ ആ തിരിച്ചു കൊടുക്കണം. ആ കൊണച്ചിട്ടും അടിച്ചിട്ടും ഒക്കെ തന്നെ പോയാൽ മതി ഇവിടുന്ന്. നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് ഒന്നും ഇല്ല ഇവിടെ. ഞാൻ പറയട്ടെ, ആള് ഉള്ള ആൾക്കാരെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഏത് കുണ്ണ വന്നാലും അടിച്ചിട്ട് പോയാൽ അതായത് വെറുതെ ഉള്ള ആൾക്കാരോട് പുറത്തുനിന്ന് കേറാൻ പറ. റൊസാരിയോ പുറത്തുനിന്ന് ആൾക്കാരോട് ആൾക്കാരെ വിളിച്ച് കയറാൻ പറ. കേറിയില്ലല്ലോ ഉള്ള ആൾക്കാരെ വെച്ച് മാലിക്കൊക്കെ ഇപ്പൊ പോയതുള്ളൂ. മാലിക്കിന്റെ അടുത്തൊക്കെ അല്ല ഷെയ്ക്ക് എന്ന് പറഞ്ഞേ. റാമ്പയും കൂടെ റാമ്പോ ഉണ്ടോ? ഉണ്ടല്ലോ. നിങ്ങളുടെ ഗ്യാങ് മെമ്പർ അല്ല റൊസാരി. അപ്പൊ ഈ ഗ്യാങ് സിറ്റുവേഷനിൽ റൊസാരി ഇടപെടരുത്. റൊസാരിയെ ബാനടിക്കും. റൊസാരി ഇനി ഇവരുടെ ഗ്യാങ് സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ റൊസാരിക്ക് ഞാൻ പണിഷ്മെന്റ് തരും. അല്ല ഇപ്പൊ ഞാനത് കേട്ടല്ലോ. ആൾക്കാരെ വിളിച്ചു കയറ്റാണ്. ശരിക്കും അത് ശരിയല്ല. ഓക്കെ ഒരെണ്ണം ആടൂറാണ്. തല്ലടവനെ. എടാ എന്നെ അല്ലടാ അവനെ. ആടപ്രായത്തോടത്തോടാ ഇവ ടിക്കറ്റ് വലിച്ചാലേ ഞാൻ പെടും കേട്ടോ. ആട് ബ്രോ റൊസാരി അടിച്ചു ഓടിച്ചേ. ഓടിച്ചു പോയി. അതെ അഡ്മിഷന് തൊട്ട് നമ്മളൊന്നും നോക്കിക്കില്ല. റൊസാരി ഞങ്ങള് ഒരുമിച്ചൊരു ഇതായിരുന്നു, ഫാമിലി പോലെ ആയിരുന്നു. ആടുപുറം ഞാൻ റൊസാരിയും ആൽബിയൊക്കെ തുടക്കത്തിൽ. സന്ധ്യയിലേയും അലങ്കാരായിട്ട് നടക്കല്ലേ? എന്താ ബ്രോ? ഹലോ ബ്രോ ഓ അടി
ഇവിടെ അടിയായേ. ഓ ഇവിടെ അടിപൊട്ടി മോബി സാംസലൊക്കെ എടുത്ത് മോബിയാണ് ആദ്യം എടുത്തതവിടെ. പിന്നെ ഷേക്ക് ആഷ് ബ്രൂട്ടലിനെ എടുത്തിരിക്കുന്നു. ഷേക്ക് ആഷ് ബ്രൂട്ടലിനെ എടുത്ത് ജർമ്മൻ കണ്ണാപ്പി ഷേക്കിനെ എടുത്തിരിക്കുന്നു. ഇവിടെ ജൂഡ് ഇക്രുമോന് കിലുവ ജപ്പ റാംബോനെ എടുത്തിരിക്കുന്നു. മാക്ക് കിലുവനെടുത്ത്. എന്തൊക്കെയാ നടക്കുന്നത്? ജൂഡ് ഇപ്പൊ എവിടൊക്കെയാ അടി പൊട്ടുന്നത്? നീല് ഡൗൺ ആയിരിക്കുന്നു. ഇക്രുമോ നീലിനെ എടുത്ത്. റയൻ മിന്നൽ മാക്കിനെ എടുത്ത്. രായൻ മിന്നൽ മാക്കിനെ എടുത്ത്. ജോക്കറിനെ മദാര എടുത്ത്. റഷ്യൻ ടീമിൽ ഇവിടെ മേളിൽ കയറി അടിക്കുന്നുണ്ട്. ഓ മദാരയ്ക്ക് നല്ലൊരു ടാഗ് വന്നുണ്ട്. ഇക്രുമോൻ മദാര എടുത്ത്. ഇക്രുമോനെ ഇവിടെയുള്ള കുറെ പേര് ഡൗൺ ആക്കുന്നുണ്ട്. ജൂഡ് ഈ ഒരു ബുള്ളും ജൂഡ് ഇവിടെ നിൽപ്പുണ്ട്. രായൻ എടുത്ത്. അതെന്താണെന്നോ ഫ്ലിക്ക് അടിച്ചതാണ്. ഏബിൽ ആരും ഡൗൺ ആക്കിയില്ല. ഏബിൽ പ്രണവ്സേട്ടൻ ഡൗൺ ആക്കി. റഷ്യൻ ടീമിന് ഏബിലിനെ എടുത്തെന്ന് തോന്നുന്നു. അമ്പത്തൂരിന് ഇക്രുമോൻ എടുത്ത്. ഇക്രുമോൻ അവിടെ കുറേ പിക്ക് എടുത്തിട്ടുണ്ട്. ഇക്രുമോൻ കുറേ പേര് ഡൗൺ ആക്കിയെന്ന് തോന്നുന്നു. ഇവിടെ ആ ബൈക്കിനിട്ട് ചവിട്ടി അവിടെ അടി തുടങ്ങിയത് ഫസ്റ്റ്. പിന്നെ അതിനുശേഷം മോബി ഒരു പിക്ക് എടുത്തു. പിന്നെ ഫുൾ അടിയായി. ഇനിഷ്യല് പൊട്ടിയിട്ടുണ്ട്. ഇനിഷ്യൽ സിറ്റുവേഷൻ ആയി TVA NRC. ഇല്ല കഴിഞ്ഞിട്ടില്ല. ലീവിങ് കഴിഞ്ഞില്ല. ശരി ഇവരെ എനിക്ക് ആക്ച്വലി ഒന്നും പെട്ടെന്ന് മനസ്സിലായി. കാരണം ഈ ഡ്രസ്സ് കറക്റ്റായിട്ട് ഇവരിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തെന്നുള്ളതാണ്. ഇത് KVPയിലെ പ്ലെയർ ആയിരുന്നു. അവരാണ് ഇട്ടേക്കുന്നത്. കണ്ണാപ്പി ഇട്ടല്ലേ? കണ്ണാപ്പി ഇത് സിറ്റിസൺ ഡ്രസ് ഇട്ടായിരുന്നു. ഇൻഷുലിനകത്തൊക്കെ അടിക്കുമ്പോൾ ആള് മാറിപ്പോയി കഴിഞ്ഞാൽ സീനാവും അല്ലേ? 4 ദിവസമൊക്കെ ഈ സിറ്റിസൺ ഡ്രസ്സൊക്കെ അല്ലേ? ഓ അജിമോൻ അടി കിട്ടിയണ്ട. ഞാൻ പറഞ്ഞില്ല, ഇത് ആള് മാറിയൊക്കെ അടി വീഴാനുള്ള ചാൻസ് ഉള്ളു. അവിടെ സിറ്റുവേഷൻ നടക്കുന്നതിനിടയ്ക്ക് സിറ്റിസൺസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും അടി കിട്ടും. ഓടി രക്ഷപ്പെട്ടുള്ള അവരുടെ ഉത്തരവാദിത്തമാണ്. ഇവിടുത്തെ വണ്ടി വെഹിക്കിൾ ക്ലിയർ ആക്കും. അവിടുന്ന് ലീവ് ചെയ്യാൻ പറഞ്ഞിട്ടേ റിപ്പയർ ഒരു 1.5 മിനിറ്റ് കൊടുത്തു കേട്ടോ. കാരണം ഇവിടെ ഇവരുടെ ഗ്യാങ് വണ്ടി കിടപ്പുണ്ട്. 2 മിനിറ്റ് കൊടുത്തു. 1.5 വേണ്ട, 2 മിനിറ്റ്. 2 മിനിറ്റ് കൊടുത്തു. 2 മിനിറ്റ് ആകുമ്പോ ഡീവ് അടിച്ചേരാ. അതെ അവനൊക്കെ ബെൻ സെബാസ്റ്റ്യൻ നോക്കി അവനിരുന്ന് തെയ്യം കളിക്കുന്നു ആകാശത്ത്. സിറ്റുവേഷൻ നടക്കുന്നിടത്തുനിന്ന് ബാക്കി സിറ്റിസൺസ് മൂവ് ചെയ്യാൻ പറഞ്ഞു ഇവിടുന്ന്. അതും അനൗൺസ്മെന്റ് കിട്ടോ ഈ ഏരിയയിൽ.
നേരെ നിന്ന് കളിക്കുന്നു നമുക്ക് പാവപ്പെട്ടോ. എന്തിനാണോ ഇനി ഇങ്ങോട്ട് വന്നത്? ഐഡി എന്താണോ പോലും കാണാൻ പറ്റുന്നില്ല. 11390. ഞാൻ അതാ പറഞ്ഞ അവൻ തെയ്യം കളിക്കുന്നത്. ഞാൻ അവനെ മാറ്റിയിട്ടിട്ടുണ്ട്. അവൻ ഇത്രയും വണ്ടി കിടന്നിട്ട് കത്തിയതായിരിക്കും ചിലപ്പോ. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഒന്നും കിട്ടോ അനൗൺസ്മെന്റ് ഒന്നും കിട്ടോ നീട്ടി ഒരു 30 സെക്കൻഡ് കിട്ടും.